ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസത്തെ വീഡിയോസ് അല്ല കേട്ടോ, ഞാൻ പ്രത്യേകം പറയാണ്. ഇതൊരു 5-6 മാസത്തെ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉള്ളത് ഞാൻ ആഡ് ചെയ്ത് ഒരൊറ്റ വീഡിയോ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും നല്ല നല്ല എന്താ പറയുക ദിവസങ്ങളും നല്ല ഓർമ്മകളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കുറച്ചായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ള ക്ലിപ്പുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം വരെയുള്ള വീഡിയോസ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇൻക്യുബേറ്ററിൽ പിന്നെ കോഴിമുട്ട വെച്ചിട്ട് കുറേ കോഴിമക്കളെ വിരിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കോഴിമക്കളെ നമ്മൾ ഇവിടെയാണ് കൊണ്ടുപോയിട്ടത്. അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കോഴിമക്കളാണ് കുറച്ച് കഴിഞ്ഞ് വലുതായിട്ട് ഈ മക്കളാണ് കേട്ടോ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മനസ്സിലാവും ഈ കോഴിമക്കളാണ് പിന്നെ വലുതായിട്ട് നമ്മൾ അത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത്രയും ഗ്യാപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ ഓരോ വീഡിയോസിനും. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇത് എന്താക്കിയതാ, വിരിയിച്ചതാ? കളിച്ചോനെ അതിനെ തൊട്ട് മുടിച്ച് ഇത് ഇതാവൂലേക്കൂലേ? ആരും കാണാതെ ഇപ്പൊ ഇങ്ങോട്ട് പോരുന്ന പരിപാടിയാ. അതെ, അയറ്റ പാഞ്ഞ അതിന്റെ കാലിന്റെ ഇടയെ പെടും, അതാ ഉണ്ടാകുക. ഓ നടക്കലും അയറ്റ പായലും ഒപ്പായാല് എത്തണ തിന്നാട്ട് കൊടുത്തോണ്ട് അത് കൊയ്ത്തീറ്റ ആ പാത്രത്തിലേ കൊയ്ത്തീറ്റ. അത് വേറെ സൈസല്ലേ മാടഞ്ഞാ പേടിയാ. നോക്കി ഇതൊക്കെ മുട്ട വെച്ച് വിരിയിച്ചതാ. ഈ വെള്ള കുട്ടികളോ ഒക്കെ അത് മറ്റേ സാധനം ഗിരിരാജ മറ്റത് ഇങ്ങനെ മുട്ട ഇടുവല്ലോ നമുക്ക്. മതി കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞ് ഒരു മെഷീനല്ലേ അതില് വെച്ച് മുട്ട വെച്ച് കൊടുത്തിട്ട് ബൾബ് ഇട്ട് കൊടുക്കേ ആവണല്ലേ. ചൂട് പാകക്കാരേ നമ്മളിങ്ങനെ പോയിട്ട് ഇതാക്കണം, മറിച്ചിട്ട് കൊടുക്കണം മുട്ടയെ. ഇപ്പൊ രാവിലെ മറിച്ചിട്ട് കൊടുക്കുക, രാത്രി മറിച്ചിട്ട് കൊടുക്കുക. എത്ര ദിവസം അത് വെച്ചുണ്ട് മുട്ടയില്? 21 ദിവസല്ലേ. നമ്മളെവിടേക്കാ പോണേ? എവിടേക്ക്? നമ്മളെങ്ങോട്ടാ പോണത്? അമ്മച്ചി നോക്ക പൊന്നൂഷ് എടുക്കണ്ട. കുഞ്ഞു കോഴിക്കുട്ടികൾ വിഞ്ഞേ. കുഞ്ഞുട്ട ഇഷ്ടായോ? തൊടണ്ടായിട്ടുള്ള തൊടല്ലേ പൊന്നുഷു, തൊടല്ലേ. മതി ഇഞ്ഞായിട്ടൊക്കെ ചൂട് കിട്ടണം. നമ്മളെ കോഴിക്കുട്ടികളൊക്കെ വിരിഞ്ഞേ. ഇനി ഞാൻ അടിച്ചത് നമ്മൾ പോവാ. ഇഷ്ടായോ?
ഇത് നമ്മൾ അഞ്ചുട്ടനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. 2 മാസം തുടർച്ചയായിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചും അങ്ങനെ ആയിരുന്നു കേട്ടോ. പനിക്ക് തന്നെ പനി വിടുന്നില്ല, അങ്ങനെയുള്ളൊരു പനിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ബ്ലഡിൽ കൗണ്ട് കൂടുതലാണ് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തിയത്. പിന്നെ നമ്മൾ അഡ്മിറ്റ് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റൊക്കെ ഒരു 2 മാസം മുമ്പ് അങ്ങനെ പനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിക്കുക വിടുക, ഒരു 4 ദിവസം അങ്ങനെ റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു മുറ്റത്ത് കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അപ്പം പനി വരും കേട്ടോ. അങ്ങനെ ആയിരുന്നു കുറേ ദിവസം. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അന്നൊന്നും ഇതിൽ കൗണ്ട് കൂടുതലായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം ഒരു 2 മാസമൊക്കെ ആയാൽ ഈ പനി നിൽക്കാതെ ഇങ്ങനെ പനി കൊണ്ടുവന്നപ്പോൾ പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഇങ്ങനെ കൗണ്ട് കൂടുതലാണെന്നൊക്കെ. പിന്നെ ഇത് വീട്ടിലുണ്ടായിരുന്ന ചക്കയാണ് കേട്ടോ. നമ്മൾ ചെറിയ തൈ പോലെയുള്ള ചക്ക ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ചക്കമ്മൽ ചക്ക ഉണ്ടായതാണ് കേട്ടോ. ആദ്യമായിട്ടൊന്നുമല്ല, ഇത് 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അഞ്ചൂട്ടനെ ഈ ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചക്കയായിട്ടല്ല, എല്ലാ ചക്കയും കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക കിട്ടിയാൽ മതി. മാങ്ങക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ചക്ക നല്ല ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയൂല. അഞ്ചൂട്ടൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ചെറിയൊരു പനി ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് ഹോസ്പിറ്റലിലൊക്കെ കാണിക്കാൻ പോകണമെന്നുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്ന് ഞാൻ അംഗനവാടിക്കൊന്നും പറഞ്ഞേക്കുന്നില്ല കേട്ടോ. എന്താ കളിക്കണേ? എന്ത് വെള്ളം? ഓട്ടോഷമ്മലോ? ഓട്ടോഷമ്മ എന്തിനാ വെള്ളം വയ്ക്കുന്നേ? ഇപ്പൊ സമയം എത്രയായി അറിയോ? 10 മണിയായിട്ടുണ്ട്. 10 മണിയായിട്ടുണ്ട്. അഞ്ചൂട്ടനെ ഞാൻ പഴം പുഴുങ്ങി വെച്ചതാട്ടോ. ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയത്, പക്ഷെ അഞ്ചൂട്ടനത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അവനെ കഴിപ്പിക്കണം. ഇവിടെ വന്ന് ഊഞ്ഞാലാടി പഴം കഴിക്കാട്ടോ അഞ്ചൂട്ടൻ. പഴം കഴിക്കാണ്. കുറേ സമയം ഇങ്ങനെ വായിൽ വെച്ചോണ്ട് നിൽക്കും അഞ്ചൂട്ടൻ. നോക്ക് അഞ്ചൂട്ട അല്ലേ? അപ്പോൾ കണ്ടോ, ഇവിടെ വലിയൊരു കൊലപ്പഴം പഴുത്ത് നിൽക്കുന്നു കണ്ടോ. വലിയൊരു മൈസൂരാണ് കേട്ടോ. മൈസൂർ പഴം നല്ല മധുരമാണ്. എന്താ പരിപാടി? അങ്കനവാടി വിട്ട് വന്നിട്ട് ബിസ്ക്കറ്റ് തിന്നാ. ഇങ്ങോട്ട് നോക്ക്. ഇതെന്റെ വാപ്പച്ചിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഓരാനെ കൊണ്ടുപോകാൻ വരികയെന്ന് പറഞ്ഞേ. എനിക്ക് എവിടെ നിൽക്കണ്ടേ? പോണില്ലല്ലോ? ഇന്നാള് പോയ പോലെ പോവുണ്ടോ? എന്താ കുഞ്ഞിന് പണി? എന്താ കളിക്കണേ? എന്ത് അടമ്മച്ചി പറയുന്നത്?
കുഞ്ഞിനെന്തോ പണിയുണ്ട് തന്നെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അഞ്ജുവിന് പനി വിടുന്നേ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക ഇതന്നെയായിരുന്നു കേട്ടോ പണി. അവന് ബ്ലഡിൽ ഇൻഫെക്ഷനായിട്ട് അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ പനിച്ചുകൊണ്ട് നിൽക്കുക. ജലദോഷം, മാറാത്ത ജലദോഷം. ഇപ്പം നമ്മളെ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളെ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാണ്. അഞ്ചുട്ടനുണ്ട് ഓട്ടോറിക്ഷയിൽ കയറിയിരിക്കണം. കോഴി കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവുക ഞങ്ങൾ. ഇത് ഞാനൊരു 2-3 മാസം ഗ്യാപ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇത് ആദ്യം അഞ്ചൂട്ടൻ ഒരു കുറേ കുഞ്ഞു കോഴിക്കുട്ടികളെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കോഴിക്കുട്ടികളൊക്കെ വലുതായതാട്ടോ. 2-3 മാസത്തിന് ശേഷമുള്ള വീഡിയോ ആണിത്. അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ വീഡിയോസും ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അതൊന്നും ഒരു ദിവസത്തെ വീഡിയോസ് അല്ല കേട്ടോ, ഒരുപാട് ദിവസങ്ങൾ കൂടിയിട്ടുള്ള വീഡിയോസ്, കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളായിട്ട് എടുത്തു വെച്ചതായിരുന്നു. അഞ്ചൂട്ടാ എങ്ങോട്ടാ പോണത്? താഴത്തേക്കാ പോണോ? എന്തിന്? ആണോ? കോയിനെ കൊടുക്കുക? അപ്പൊ കോയിനെ അപ്പൊ നമ്മള് കോയിനെ എവിടെ വെച്ചത് അറിയോ? നമ്മള് കോയിനെ എവിടെ ആയിട്ടാ വെച്ചത്? കോയിനെ ഇതാണ് നമ്മളെ കോഴികള്. കണ്ട കുഞ്ഞ് കോഴികള്. ഇപ്പൊ എന്താട്ടോ നമ്മളെ കോഴികള്. ഇതാണ് നമ്മളെ കോഴിക്കുട്ടികള്. എല്ലാരെയും കൊണ്ടുപോവാണ്. പിടിച്ചെടുത്തോളി. എല്ലാരും കൊണ്ടുപോയി. പാവം, വിഷമുണ്ട് നമ്മളെ കോഴികളെ കൊടുക്കാന്. കൊടുക്കല്ലാതെ നോമ്പായിട്ട് ഇവരെ പുറകെ നടക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ, കഴിയില്ല. നമ്മളെല്ലാം ഈ കൂട്ടിൽ കിട്ടും കേട്ടോ. കുഞ്ഞു കോഴിക്കുട്ടികളെ കൊടുക്കണില്ല കേട്ടോ. അങ്ങനത്തെ കുഞ്ഞു കോഴിക്കുട്ടികളെ കൊടുക്കണില്ല. കുഞ്ഞു കോഴിക്കുട്ടികളെ നമ്മളിവിടെ വളർത്തും. ഇങ്ങോട്ടിറങ്ങി. പനിക്കണ ചെക്കനാട്ടോ. പനി വിട്ടും പനിച്ചും ഇങ്ങനെ നിൽക്കുക. നല്ല മുറ്റത്തിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് വല്ലാത്തൊരു പ്രശ്നം. അടങ്ങിയിരിക്കൂല. എന്ത് പനിയാണെന്ന് പറഞ്ഞാലും സുഖമാവട്ടെ എന്ന് പറഞ്ഞാലൊന്നും കേൾക്കൂല. അന്ന് രാത്രി എന്നെ പോയി അഡ്മിറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് മേലപ്പുറത്തുള്ള ഹോസ്പിറ്റലിലാട്ടോ. സമയം എത്രയെന്ന് വെച്ചാൽ 1 മണി രാത്രി. അപ്പോഴാണ് എൻ്റെ മോന് പനിയും ഛർദിയും വയറ്റുന്ന പോലൊക്കെ ആയിട്ട് ആകെ തളർന്നു പോയി. ആ സ്പോട്ടിൽ ഞാൻ ഓടി വന്നത് മേലപ്പുറക്കൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന്
ഇങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ട് ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇവിടെ അല്ല അഡ്മിറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് അഡ്മിറ്റിന് പോകേണ്ടത്. അപ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഇത് ഞായറാഴ്ച ദിവസം കേട്ടോ രാത്രി. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അല്ലബ്ബറിൽ പോയി അവിടെ അഡ്മിറ്റായിട്ടോ. ഇത് അഡ്മിറ്റായി 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എടുത്ത വീഡിയോ കേട്ടോ ഗൈസ്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് മേടിക്കല്ലാതെ പാർസൽ മേടിക്കല്ലാതെ ഒരു നിവർത്തിയില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ റിസ്ക്. ഒരാൾക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ മോനാണെങ്കിൽ കൊടുക്കാനും പറ്റൂല. അപ്പോൾ അത് ഓന് കഞ്ഞി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ട ഒരു ദോശ ഒക്കെ വേണ്ടിയിട്ട് ഉപ്പ അവിടുന്ന് പോരുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണല്ലോ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പാർസൽ മേടിച്ച് കഴിക്കാട്ടോ ചെയ്യൽ. പക്ഷേ എനിക്കത് തീരെ കഴിക്കാൻ പറ്റാത്തൊരു ദോശ കേട്ടോ. ആ പുളിക്കണ ദോശയല്ലേ ആ സാധനം, അതെനിക്കിഷ്ടമല്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിക്കും. പിന്നെ ഫുഡൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉപ്പ കൊണ്ടുവന്ന് തരും കേട്ടോ. അതൊരു സമാധാനം. എനിക്ക് ഹോട്ടലത്തെ ഫുഡ് എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാൻ പരമാവധി വീട്ടിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കൽ. പിന്നെ നിവർത്തിയില്ലാത്തപ്പോൾ കഴിക്കലാതെ രക്ഷയില്ലല്ലോ. പിന്നെ ഹോട്ടലത്ത് നമുക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതൊന്നുമല്ലല്ലോ. ഓരോർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കില്ല. അപ്പം അതിനുള്ള അത്ര ഗുണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അതിനുള്ള ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓന് ഡിസ്ചാർജ് ആയൊക്കെ വന്നതിൻ്റെ ശേഷം ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ ഇത് വാലന്റൈൻസ് ഡേൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അംജുവിൻ്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാലന്റൈൻസ് ഡേക്ക്. അപ്പോൾ അതൊരു ഓർമ്മക്കായിട്ട് നമ്മളൊരു വീഡിയോ. Try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what, I bet that we could see it new. I wanna let you go, nothing to do. Let's go while our rays away. I know that it takes two. Tell me, baby, what do you say? 'Cause we were just friends, and now it's something far over. അതിൻ്റെ ഇടയിൽ ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഇത് പപ്പായ സോപ്പാണ്, നാച്ചുറൽ സോപ്പാണ് കേട്ടോ. നല്ലതായിരുന്നു. സ്മെല്ല് ഇത്തിരി കുറവാണെങ്കിലും നല്ലതായിരുന്നു. കുട്ടികൾക്കൊക്കെ തേച്ചെടുക്കാൻ നല്ലതാട്ടോ. അങ്ങനെ ഞാനത് ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. കുഞ്ഞുകുട്ടാ നല്ല കുട്ടിയാണോ? ഷൊത്താണോ അമ്മച്ചിന്റെ? ഡീസലോ? എവിടെ അച്ഛനെ അച്ഛൻ്റെ പൈതലാണിത് അല്ലേ? കഥ പറഞ്ഞോണ്ടാ ഒരു കോഴി മക്കളെ വേണേ. അപ്പൊ ആ കോഴിമക്കളിനെ കൊടുക്കത്തിന്നെ കുറുക്കേ. എന്നിട്ട് ആ കോഴി നൂനൊഴിച്ച് കുടിക്കുന്ന നൂനൊഴിച്ചില്ലേ? അപ്പൊ കുടിക്കുന്ന നൂനൊഴിച്ച
കുറുക്കനെന്തിനാ നോണ വെച്ചേ? കൊടുക്കാനാ നോണോയിച്ചു. കോഴിമക്കളല്ലേ നോണ വെച്ചത്? കോഴിമക്കളോ? ആ കോഴിമക്കളെ നോണോയിച്ചൂല. അതെന്താ? അപ്പോ ഞാൻ കോഴിമക്കള് നോണോയിച്ചെങ്കിൽ കൊടിത്തോട് കഴിഞ്ഞ നോണോയിച്ചോ ആ കോഴിമക്കള്. എന്തിന്? ഓരെന്തിനാ വെറുതെ നോളോളിക്കണത്? ഓൾക്കെന്താ വട്ടാ? അതിന് കോഴിമക്കള് തിന്നോണോയിച്ച. എന്തിന്? എന്നോട് വീട്ടിക്ക് കൊണ്ടാക്കി തരുമോ കൊടുക്ക? അപ്പൊ ആ കൊടുക്കാൻ പറയുന്നേ കൊണ്ടാക്കി തരൂല, എപ്പോ കൊണ്ടാക്കി തരൂല, കൊടിത്തോടെ കഴിഞ്ഞാൽ ഞാൻ കൊണ്ടാക്കി തരല്ലോ പറഞ്ഞ്. അപ്പൊ ഞാന് അവിടെ കുടിക്കാൻ വേറെ കാര്യം പാടിന് തരാൻ. അല്ല, കുറച്ചേരം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് അംജുട്ടൻ നമുക്കൊരു സ്വർണ്ണ മീനിൻ്റെ കഥ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് അയ്യയ്യയ്യ ചേച്ചി സ്വഭാവല്ലേ. എണീറ്റിരിക്ക്. ഇനി സ്വർണ്ണ മീനിൻ്റെ കഥ പറയേ. പറയാ. ഒരു തൊടന്ന മീനി മെന്നിനി. ഒരു തൊടന്ന മീനി പെണ്ണിന്. ഞാൻ പടിണ്ട്. ഒരു തൊടുന്ന മീന് വന്നിണ്ടായി. അപ്പൊ ഒരു തൊടുന്ന മീന് സ്വർണ്ണ മീൻ എങ്ങനെ കീ കീ പറയാ? ഇന്നോണോയിട്ടും ആര് ആരാ നോളോളിച്ചത്? മീൻ മക്കള്. എന്നിട്ട് മീൻ അതിനൊപ്പം നടന്നോ? അതിനൊപ്പം നടന്നോ? അതിനൊപ്പം പോയിക്കോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാരെ ഇറക്കണ്ടേ? അതൊക്കെ കണ്ടോ? നടക്കുക ആൾക്കാരോ? നടുക്കൂടെ ഒരാള് കിടക്കണ്ടേ? അഞ്ചു ഇത് മാരെ കണ്ണാടിട്ടോ. എൻ്റെ കുഞ്ഞിക്ക് ഇട്ടാപ്പൊട്ടി കിട്ടിക്കണല്ലോ. ഇവിടെ നോക്കട്ടെ പൊന്നുഷ കാണിച്ചു കൊടുക്ക്. ഇട്ടാപ്പൊട്ടി ചോനെ അങ്ങനല്ല ഇട്. വേറെ ഇട്ട് പൊട്ടിക്ക്. പൊട്ടിയില്ലേ? ആ രസമുണ്ട്. ഇത് മുഴുവൻ എപ്പോഴാണ് പൊട്ടിക്കുക? നാളെ പെരുന്നാളാ? ഇനി രാത്രി പൊട്ടിക്കുക? ഈ പൊട്ടിക്കുകയാണെങ്കിൽ ഞാൻ പൊട്ടിച്ച് തീർക്ക്. എടുത്തുവെക്കുക. സൂക്ഷിച്ചു വെക്കുക. എവിടെ? ഇത് 2-3 പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അവിടെ ഉണ്ടോ?
പൊട്ടിക്കുന്നുണ്ടോ? ആ അങ്ങനെ ഇന്നാണ് കേട്ടോ നമ്മുടെ പെരുന്നാൾ. അപ്പം ഞാൻ എല്ലാ കുട്ടികളെയും പിടിച്ചിരുത്തിയൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ പെരുന്നാളായിട്ട്. പിന്നെ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടോ. ഉമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മമ്മ സൗദിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നാണ് കേട്ടോ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോകുന്നത്. പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് പിന്നെ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ വീടാണ് കേട്ടോ അത്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല നല്ല ദിവസങ്ങളൊക്കെ നമുക്ക് സ്വപ്നത്തിൽ വരുന്ന ഒരു വീടാണ് കേട്ടോ അത്. കാരണം അത്രക്കും ഓർമ്മകളുണ്ട് എനിക്ക് ഈ വീട്ടിൽ കേട്ടോ. കാരണം ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ ഞാൻ ഈ വീട്ടിലാണ് ജനിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. Every night are we paradise seems so far away. Still I try to buy myself some time to get me to that place. All I want is you. Staying up till we want to. Tell you what I bet that we could see it new. I wanna let you go, nothing to do. Let's throw all our worries away. അപ്പോൾ ഞങ്ങൾ മാങ്ങ ഉപ്പിലും മുളകിലിട്ട് അവിടെ പറിച്ചു കൊണ്ടുവന്ന് മാങ്ങ ഉപ്പിലും മുളകിലിട്ട് കണ്ടോ. ഞാൻ തീർക്കല്ലേ ഞങ്ങൾക്കും തരി. ഞാൻ തിന്നിട്ടേന് ഓളെ വായിൽ കപ്പലോടുക. കണ്ട ആർക്കാ കപ്പലോടാത്ത. എന്താ തിന്നുന്നത്? എനിക്കും ഇതിന് മാഷ് ഇത് മധുരമില്ല പുളിയില്ല. ബാങ്ക് കൊടുത്തിട്ടോ. ഇവിടെ അപ്പുറത്ത് തന്നെയാണ് പള്ളി. സെക്കൻഡ് കൊണ്ട് തീർത്തി ഞങ്ങള്. എന്താ മാങ്ങനെ പറ്റി ബാങ്ക് കൊടുക്കണ്ടത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ചാമ്പക്ക ഉണ്ടായിരുന്നു. ഞാൻ മാങ്ങ തിന്ന പുറകെ തന്നെ അല്ല കേട്ടോ ഈ ചാമ്പക്ക കഴിക്കുന്നത്. ഇത് മാങ്ങ തിന്ന് കഴിഞ്ഞ് 2-3-4 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഈ ചാമ്പക്ക കഴിക്കണത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് വെച്ചതേനു. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് ചാമ്പക്ക ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് കഴിക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ. നിങ്ങളാരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. The sun is out, won't go away. Feel the clouds on your shoulder. Touch the sky, feeling bold. Captures the essence of sonic spatial structure. What's this? അഞ്ചുട്ടാ, എന്താ പക്ഷേ കുഞ്ഞിക്ക് പണി? ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മന്തിൻ്റെ റൈസ് നമ്മൾ മേടിച്ച് വെക്കലാണ്.
മന്തിൻ്റെ റൈസാണ് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ച് വെക്കലുണ്ട് കേട്ടോ മന്തിൻ്റെ റൈസ്. എപ്പോഴാണ് ഇഷ്ടം ഉണ്ടാവുക വെക്കാൻ ഉണ്ടാക്കാൻ എന്നറിയൂലല്ലോ. അപ്പോൾ നമ്മൾ ബിരിയാണിൻ്റെ റൈസും അങ്ങനെ മന്തിൻ്റെ റൈസ് ഒക്കെ സ്റ്റോക്കാക്കി വെക്കല കേട്ടോ. 8-10 കിലോനായിട്ട് നമ്മൾ സ്റ്റോക്കാക്കി വെക്കും. ഇത് നമ്മുടെ ഗീ ആണ് കേട്ടോ, പശു നെയ്യ്. നമ്മളത് തന്നെ യൂസ് ചെയ്യല ആ നെയ്യ്. അപ്പോൾ ഇത് പെരുന്നാൾക്ക് എടുത്തതിൻ്റെ ബാക്കി റൈസാട്ടോ. പെരുന്നാൾക്ക് അല്ല പെരുന്നാൾക്ക് നമ്മൾ ബിരിയാണിയാണ് വെച്ചിരുന്നത്. ഇത് മന്തി റൈസാണ്. അപ്പോൾ നോമ്പിന് ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാട്ടോ അത്. അപ്പോൾ ഇന്ന് ഇത് എടുക്കാൻ പോവാം. അപ്പോൾ ഞാനിത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് ഇടാൻ പോവാണേ ഗായ്സ്. അപ്പോൾ പിള്ളേരൊക്കെ ഇവിടെ തലേ നട്ടിട് ഇവിടെ കളിക്കണം. അപ്പോൾ നമ്മുടെ സിബു കുറേ നാളായിട്ട് നമ്മുടെ ക്യാമറക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവര് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കളികളൊക്കെയാണ് കേട്ടോ കളിക്കണത്. ചെസ്സൊക്കെ അവരിപ്പം കളിക്കുള്ളൂ. മറ്റേ ആ പണ്ടത്തെ എന്താ കൊക്ക് അങ്ങനത്തെ ആപ്പ കളികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ അവര് പക്വത ഉള്ളവരായി മാറി. അതുകൊണ്ട് ഇപ്പൊ അവര് ചെസ്, പാമ്പും കോണി, ലുഡോ ഇങ്ങനെയുള്ള കളികളൊക്കെ ആണ് കേട്ടോ ഇപ്പൊ മക്കള് കളിക്കുന്നത്. മണ്ണിലുള്ള കളിയൊക്കെ നിർത്തിയാണ്. ഭൂതക്കുഞ്ഞോ അയ്യോ മുഖം കാണിക്കാത്തവൾ. അയ്യോ ഈ ചെറുക്കനുണ്ടല്ലോ ഫോട്ടോ എടുക്കാത്തതിന് ഇവിടെ കിടന്ന് കറങ്ങണുണ്ടോ. ഇന്ന് എറിഞ്ഞുകാണ്ട് കറങ്ങത് എന്റെ കൈയിന്റെ മുട്ടിന്റെ അവിടെ തട്ടിയിട്ട് എറിഞ്ഞിട്ട് ഇത് പൊട്ടിപ്പോയി. നോക്കിയാ കറക്കം നിന്നിട്ടില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കറക്കം നിന്നിട്ടില്ല. കല്ലോണ്ട് എറിയുന്ന പോലെ കേട്ടോ കുഞ്ഞാ. അപ്പോൾ ഒരു കളിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാതെക്കാൻ വേണ്ടിയിട്ട് അഞ്ചുട്ടന് ഈ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് ഞാൻ കഴുകി ക്ലീനാക്കി ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ റൈസ് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഈ കപ്പിനാട്ടോ എടുത്തത് നടന്നത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം ഒരു 1/2 മണിക്കൂർ. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട്. സ്പൈസസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മല്ലി ഇട്ടോ. പിന്നെ ഇത് സ്പൈസസ് ഉണ്ടോ എല്ലാം നുറുക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം, വെല്ലുള്ളി, ബേ ലീഫ്. ഇതൊന്നും വേണ്ട കേട്ടോ. പക്ഷെ എനിക്കിത് ഇടുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം, ഒരു സുഖം കേട്ടോ മനസ്സിന്. ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇടുന്നത്. അത് ബീഫ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലും കുറച്ചിട്ടോ ഒരു പിടുത്തം പോലെ. ഇത് ഓയിൽ ഇതാട്ടോ എന്താ പറയുക, ഇതിലാണ് ഞാൻ കുക്ക് ചെയ്യൽ. മറ്റേ എന്താ പറയുക നമ്മുടെ തവിടെണ്ണ കേട്ടോ. ഇത് തവിടെണ്ണയാണ്. ഞാൻ ഇതിലാട്ടോ മന്തിയും പിന്നെ ബിരിയാണിയും ഒക്കെ ഞാൻ ഉണ്ടാക്കൽ കൂടുതൽ ഇതിൽ തന്നെ. കപ്സയൊക്കെ ഉണ്ടാക്കാൻ ഇതിൽ ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതിൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സൺഫ്ലവർ ഓയിലിനെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റാണിത് തവിടെണ്ണ. അപ്പോൾ ഞങ്ങൾ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യൽ. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ അധികം നെയ്യൊന്നും ഉപയോഗിക്കാറില്ല, കുറച്ച് ഉപയോഗിക്കും. എന്നാലും നെയ്യ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ, കൂടുതൽ ഉപയോഗിച്ചില്ലല്ലോ.
അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ചെയ്തോളാം. ഇജ്ജ് കമല കാണാൻ പോയിക്കോ. അപ്പോൾ 2-3 ഏലക്ക, തീ ഫ്ലെയിം കുറച്ച്, അത് വേണ്ട, അത് കാണിക്കണ്ട, കുറച്ച് കിട്ടിയേക്കട്ടെ. അപ്പോൾ കുരുമുളക്, പട്ട, പിന്നെ 2-3 ഗ്രാമ്പു ഇടുക. ക്യാമറമൊക്കെ നിർത്തിക്കല്ലേ. ഇട്ടിട്ട് ഇതിലേക്ക് ചട്ടിയൊക്കെ ഇട്ടാൽ മതിയെ. കുറച്ച് മല്ലി ഉണ്ടോ? മല്ലി മതി. സവാള എൻ്റെ കയ്യിൽ കാണിക്കല്ലേ. ഇതിലേക്ക് ക്ലോസപ്പിലെടുത്തത്. ലീഫ് ഇടാൻ മറന്നുപോയി. ലീഫ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മല്ലിയുണ്ടായിരുന്നു ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴറ്റ. ഇത് നല്ലോണം വഴറ്റ കേട്ടോ. അപ്പം നമ്മുടെ മന്തി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ചപ്പു, ഓള് ഫോണ് കാണാം കേട്ടോ. ഓള് ഹെൽപ്പൊന്നും ചെയ്യണില്ല. ഓള് കാത് കുത്തിയ പവറില് ആ പൊലിവില് നടക്കപ്പോ. കാത് കുത്തിയ പൊലിവില് അത് സാരല്ല. അങ്ങനെ ശിവു ഇളക്കി സഹായിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് വേണം റൈസ് വേവിക്കാൻ. അപ്പോൾ ഇത് ഏറെക്കുറെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യാപ്സിക്കം ഇടാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്സിക്കം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരട്ടെ. അപ്പം ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് മാഗി ക്യൂബ് ആട്ടോ ഇടണം. ഈ ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഞാൻ 2 കട്ട മാഗി ക്യൂബ് ഇടും. 2 കട്ട ചെയ്തോളൂ. അതിൽ കൂടുതൽ എനിക്ക് ഇഷ്ടമല്ല ഇതിൻ്റെ ചോയ. ചിലർക്ക് ഇഷ്ടമുണ്ടാവും. നമുക്ക് ഇഷ്ടമുണ്ടോ? ഞാൻ ഇവിടെ ചപ്പൂനോട് സംസാരിക്കണത്. അതിന് ഓളൊരു മറുപടി പറയണില്ല. ചെപ്പല്ല സിബു. അപ്പോൾ ഇത് കൂടെ ഒന്നിട്ട് വയറ്റാട്ടോ. മാഗി ക്യൂബ് ഇങ്ങനെ ഞാൻ വേറെ മസാലകളൊന്നും ചേർക്കണില്ല കേട്ടോ. പക്ഷെ മന്തി മസാല മാത്രം, അറബിക് മന്തി മസാല മാത്രം ചേർക്കുന്നുള്ളൂ. ഇത് ലേശം തൈരും പാർന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് തൈര്, കുറച്ച് ചെറുനാരങ്ങ നീര് ഊറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് ഒരു പിടുത്തം മല്ലിയിലയും പുതിനയിലയും ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ബീഫ് ചേർക്കാൻ പോവുകയാണ്. ഞാൻ വലിയ കഷ്ണങ്ങളാക്കിയിട്ടോ ബീഫ്. അത് ഞാനിതിലേക്ക് ചേർക്കാൻ
ഇനി ഇത് കുറച്ച് അടച്ച് വെച്ച് 5 വിസിൽ കൊടുക്കണം കേട്ടോ. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത്ര വെള്ളം പോരട്ടോ, ബാക്കി ഞാൻ കെറ്റലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളക്കാൻ, അപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എനിക്കിഷ്ടമാണ് കല്ലുപ്പ് ഉപയോഗിക്കാൻ. ഇതിലേക്ക് ഞാൻ ചെറിയൊരു നാരങ്ങ ഇടുന്നുണ്ട് കേട്ടോ, കറുത്ത നാരങ്ങ ഇടുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ഗ്രാമ്പും 2-3 കുരുമുളകും ഇടുന്നുണ്ട് കേട്ടോ. 2 ഏലക്കായ ഇടുന്നുണ്ട്, ഒരു കഷ്ണം പട്ട ഇടുന്നുണ്ട്, മതി. ഇതിലേക്ക് കുറച്ച് മറ്റേ കടുകെണ്ണ കേട്ടോ ഞാൻ ഒറ്റിക്കുന്നത്. അല്ല, കടുകെണ്ണ അല്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തവിടെണ്ണ ഒറ്റിക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് ഒറ്റിക്കുന്നുണ്ട്. രസമല്ലേ ഇങ്ങനെ? ഊറ്റിയിട്ട് എടുക്കുന്നത് കൊണ്ട് കുറച്ചധികം വെള്ളം വേണം. അപ്പോൾ ഞാൻ അരിയിട്ട് ഒരു 3/4 വേവാകുമ്പോൾ ഞാൻ ഊറ്റി കേട്ടോ, ദമ്മിടാൻ വേണ്ടിയിട്ട്. മന്തി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന ആൾ പോയി. അത് ഞാൻ ഈ മിക്സ് ചെയ്യട്ടോ, എടുക്കില്ലേ ഞാനാരാ? അപ്പോൾ ഞാനിത് മിക്സ് touch the sky, feeling bolder. Going out, going out, going all the way. Going high, 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 high. Going out, going out, going all the way. Going high, high, high. Going all the way, going up. Going all the way, going up. Going all the way, going high, higher. Break the mold and press repeat. Get 'em up, get 'em up on the edge of their seat. അപ്പോൾ മീൻ കുഞ്ഞുങ്ങളെ തീറ്റ ഇതാട്ടോ തീറ്റ. 5 കുട്ടൻ ഇട്ട് കൊടുക്കുന്ന പറഞ്ഞ്. 5 കുട്ടൻ തുറക്ക് മെസ്സിരുത്തര എത്ര എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങൾ കേട്ടോ, എപ്പി കുഞ്ഞുങ്ങൾ. ചിന്താതിട്ടെടുക്കും. We've been waiting for so long. We've been waiting for this time to begin. We ain't getting എന്ത്? any older. I kinda feel a little young. മാഷാ അല്ലാഹ്. അങ്ങനെ ചെല്ലണം കേട്ടോ, എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലണം കേട്ടോ. അപ്പോൾ ഞാനും അഞ്ചൂട്ടനും ഉറങ്ങാൻ പോവാണ് അല്ലേ? ഉറങ്ങാൻ പോയപ്പോൾ ഇതാണ് ഉറങ്ങാനുള്ള ഔട്ട്ഫിറ്റ്. ഉറങ്ങാനുള്ള ഔട്ട്ഫിറ്റ് എന്താ ഇതാവാൻ കാരണം? ഉണ്ട്, ചൂടല്ലേ, ചൂട് ആണ്, ചൂടായിട്ടാണ്. ആ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എൻ്റെ അഞ്ചൂട്ടന് ബസ് ഉണ്ട് ഉണ്ടോ, ഇതാണ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അതാണ് അഞ്ചൂട്ടൻ്റെ ബസ് അല്ലേ? സന്തോഷമായോ? എന്നാ കയറി കിടന്നോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു പറ. ബൈ ബൈ, see you. ഞാൻ ഇങ്ങനെ കളിക്കുന്നു.